ബോസ് വീട്ടിൽ അടുത്ത ഗസ്റ്റ് വന്നിട്ടുണ്ട്, റിയാസ് സലീം. അതെ, റിയാസ് സലീം സീസൺ 5 ശേഷം സീസൺ 7 വരുന്ന മൂന്നാമത്തെ തവണയാണ് ബിഗ് ബോസ് വീട്ടിൽ റിയാസ് വരുന്നത്. റിയാസ് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഗെയിം നല്ലോണം കളിച്ചോ, അല്ലെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ റിയാസിനെ? എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ ശോഭയും ഷിയാസ് കരീമും പുറത്താക്കിയിട്ടുണ്ട്. അവർ ഗസ്റ്റിന്റെ റോള് കഴിഞ്ഞ് അവർ പുറത്തു പോയിട്ടുണ്ട്. എന്താണ് എപ്പിസോഡിൽ നടന്നത്? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ശോഭയുടെ ഡയമണ്ട് ബോയ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല, അത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാൽ അവർക്ക് പണി കൊടുക്കാൻ, വീട്ടുകാർക്ക് പണി കൊടുക്കാൻ രീതിയിലാണ് ശോഭ ഇതാക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത ഗസ്റ്റ് വരുന്നുണ്ട്. അടുത്ത ഗസ്റ്റ് നമ്മുടെ റിയാസ് വരികയാണ്. റിയാസ് വന്നിട്ട് ആദ്യം തന്നെ ലക്ഷ്മിക്ക് ഇട്ടാണ് പൊട്ടിക്കുന്നത്. ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും, നിങ്ങൾ റെസ്പെക്ട് ചെയ്യത്തില്ല ആൾക്കാർ, എനിക്ക് ഇത്ര റെസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ലക്ഷ്മി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റിയാസ് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് അത് ഇതാവുന്നുണ്ട്, ഏൽക്കുന്നുമുണ്ട്. അപ്പോൾ റിയാസിന്റെ ഒരു പ്രൊവോക്കിംഗ് എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ സീസൺ 4 കണ്ട അതേ പ്രൊവോക്കിംഗ് സംഭവമാണ് നമ്മൾ ഇതിലും കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിയാസ്. പക്ഷെ റിയാസ് വന്നപ്പോൾ ഒരു ചേഞ്ച് വല്ലതും ആയോ, അല്ലെങ്കിൽ ഗുമ്മായോ? ഞാൻ സീസൺ 5 വെച്ച് നോക്കുമ്പോൾ സീസൺ 7 ലോയാണ് റിയാസ് സലീമിന്റെ ഗെയിം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഹോട്ടൽ ടാസ്ക് ആയതുകൊണ്ടായിരിക്കാം സീസൺ 7 റിയാസ് സലീമിന്റെ ഗെയിം വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ഹോട്ടൽ, പക്ഷേ അവിടെയും ഇവിടെയും ചെറിയ ചെറിയ തീപ്പൊരിയൊക്കെ റിയാസ് സലീമിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ റിയാസ് സലീം വന്ന ടൈമിലും അതൊരു ശോഭ ഷിയാസ് കരീമും ഉണ്ട്. അപ്പോൾ ഇവരുടെ മുൻപിൽ വെച്ചിട്ട് ഇത് കൊടുക്കുകയാണ്, നമ്മുടെ സ്റ്റാർസ് കൊടുക്കുന്നു. അല്ല, സ്റ്റാർസ് അല്ല, ഗസ്റ്റിന്റെ വക കോയിൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നമ്മുടെ മറ്റേ ഇവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സാബുമാനും ഇവർക്കൊക്കെ കോയിൻ കൊടുക്കുന്നുണ്ട്. ആരും കോയിൻ കിട്ടിയില്ല. അപ്പൊ ആ കാര്യം ആരും പറഞ്ഞു ഞാൻ ജോലി ചെയ്ത്, ഞാൻ പാത്രമൊക്കെ കഴിയുന്നിട്ട് എനിക്ക് കോയിൻ തരാത്ത എന്താണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നൊക്കെയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശോഭയും ഷിയാസ് കരീമും പോവുകയാണ്. പിന്നെ ആരും ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഷാനവാസ് ആരും തമ്മിലൊരു ഇഷ്യൂ ആണ്. കാരണം ആരും പറയുകയാണ്, ഞാൻ ജോലി ചെയ്തു, നിങ്ങൾ കണ്ടോ, ഞാൻ പാത്രം കഴുകിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ. പരീക്ഷ വന്നിട്ട് പറയാണ്, നീ ജോലി ചെയ്തിട്ടില്ല ആര്യൻ, നീ പോയി ചെയ്തിട്ടില്ല. അപ്പോൾ ആര്യൻ ഒരു ഡയലോഗ് ഷാനവാസിന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസിന് ദേഷ്യം വരുന്നുണ്ട്. അത് ആര്യനറിയാം ഷാനവാസ് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തുറന്ന് പറഞ്ഞില്ല. പക്ഷെ ഷാനവാസ് ദേഷ്യപ്പെട്ടു, ഞാൻ ജോലി ചെയ്തില്ല, നീ കണ്ടോ ഞാൻ ജോലി ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ റിയാസിന്റെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. പിന്നെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് സ്റ്റാർ കൊടുക്കുന്ന ടൈമാണ്. സ്റ്റാർ കൊടുക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ നല്ല രീതിയിൽ സ്റ്റാർ കൊടുത്തപ്പോൾ അനുമോളെ വിളിച്ചപ്പോൾ ജിസേലിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ജിസേലും അതുപോലെ തന്നെ ആര്യമേയൊക്കെ പറയുകയാണ്, അവൾ എന്ത് ജോലി ചെയ്തു, അവള് ജോലി ചെയ്യാതെ എന്തിനാ കൊടുക്കുന്നത് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഒനീലിന് കൊടുത്തിട്ട് ലക്ഷ്മി തിരിച്ചു വിളിച്ചു. അതെനിക്ക് ഭയങ്കര ഡിസ്റെസ്പെക്ട് തോന്നി. കാരണം ലക്ഷ്മി കാണിച്ചത് ഇപ്പോൾ ആദിലയുടെ തീരുമാനമായിരുന്നു. പക്ഷെ അത് ആദില് കൊടുക്കുന്നതിന് മുന്നേ പറയണമായിരുന്നു. പക്ഷെ ലക്ഷ്മി ആദ്യം തീരുമാനിച്ചത് ഒനീലിന് കൊടുക്കാമെന്നാണ്. പക്ഷെ കൈ കിട്ടിയതിനു ശേഷം തിരിച്ചു മേടിച്ചപ്പോൾ എനിക്കൊരു ഭയങ്കര ഡിസ്റെസ്പെക്ട് തോന്നി. കാരണം ഒരാൾക്ക് കൊടുത്ത സാധനം തിരിച്ചു മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആണ്. അപ്പോൾ ലക്ഷ്മി ഒനീലിനോട് ചെയ്തത് ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒനീലിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം സ്റ്റാർ മേടിച്ചിട്ട് തിരിച്ചു കൊടുത്ത് പോയപ്പോൾ ഭയങ്കര സങ്കടം. അഭിലാഷിന് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, ഒനീലിന് കൊടുത്ത് തിരിച്ചു മേടിച്ചതുകൊണ്ട് എനിക്ക് ഈ സ്റ്റാർ വേണ്ട, അഭിലാഷ് ആ സ്റ്റാർ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഫ്രണ്ട് ആയിട്ടാണോ നീ ഇത് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഫ്രണ്ട് ആയിട്ടൊന്നും അല്ല, കാരണം ഒരാൾക്ക് കൊടുത്ത സാധനം തിരിച്ച് മേടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവസാനം അഭിലാഷ് മേടിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് മേടിച്ചത് ഗതികേട് കൊണ്ട് മേടിച്ചതാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ഗതികേട് കൊണ്ട് മേടിക്കുന്നതാണ്. അപ്പോൾ അനുവിന് സ്റ്റാർ കൊടുത്തപ്പോൾ ജിസേലിനും ഇവർക്കൊന്നും പറ്റില്ല. അവൾ എന്ത് ജോലി ചെയ്തു അവൾ. പക്ഷെ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിമോളില് സ്റ്റാർ കിട്ടുന്നുണ്ട്. അതിനുശേഷം
റിയാസ് സലീമിനെ സീക്രട്ട് റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. സീക്രട്ട് റൂമിൽ പോകുമ്പോൾ 3 ടാസ്ക് ഇവർക്ക് നമ്മുടെ ആർക്കാണ് അയ്യോ റിയാസ് സലീമിന് കൊടുക്കുന്നുണ്ട്. റിയാസ് സലീമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ നിങ്ങളിത് സീക്രട്ടായിട്ട് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്, അപ്പോൾ ഈ ടാസ്കുകൾ വായിക്കാൻ പറയും. അതായത് 3 ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആര്യനും ജിസയിലും അനുമോളെയും സ്റ്റോർ റൂമിൻ്റെ മുൻപിലുള്ള ക്യാമറയിൽ കൊണ്ട് നിർത്തിപ്പിക്കുക. രണ്ടാമത്തത് അനീഷ് ഷാനവാസിനോട് ഐ ലവ് യു ഡിയർ എന്ന് പറയിപ്പിക്കുക. മൂന്നാമത്തത് 5 പേരെ കൊണ്ട് കണ്ണ തുമ്പി പോരാമോ എന്ന് പറഞ്ഞ പാട്ട് പഠിപ്പിക്കുക. ഇതാണ് സീക്രട്ട് ടാസ്ക്. ഈ സീക്രട്ട് ടാസ്ക് ചെയ്യുകയാണെങ്കിൽ, ഈ 3 സീക്രട്ട് ടാസ്ക് നേരം വെളുക്കുന്നതിന് മുൻപ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ എന്താണ് വീട്ടുകാർക്ക്, ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാർക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാവും. അഥവാ ഇവർക്ക് ഇവർ ചെയ്തിട്ടില്ല എങ്കിൽ വീട്ടുകാർക്ക് ഒരു പണിഷ്മെന്റും ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഒന്നെങ്കിൽ വീട്ടുകാർക്ക് നേട്ടം അല്ലെങ്കിൽ വീട്ടുകാർക്ക് പണിഷ്മെന്റ്. അപ്പോൾ അതാണ് സംഭവം. അപ്പം നമ്മുടെ റിയാസ് സലീം മാക്സിമം എല്ലാവരോടും ഇതൊക്കെ സീക്രട്ട് ആണല്ലോ, ഇത് ആരും അറിയാതെ ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആദ്യം തന്നെ അനീഷിനെ കൊണ്ട് ഷാനവാസിനെ ഐ ലവ് യു ഡിയർ എന്ന് പറയിപ്പിക്കുന്ന ടാസ്ക് ചെയ്യിപ്പിക്കുന്നു. ആദ്യം ബിന്നിയും അതുപോലെ തന്നെ നമ്മുടെ അനീഷ് തമ്മിലൊരു ഡ്രാമ പോലെ ചെയ്യാനായിട്ട് റിയാസ് പറയുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് വന്നിട്ട് റിയാസ് പറയാണ്, റിയാസ് എന്താ നീ പറയൂ ഐ ലവ് യു ഡിയർ എന്ന് ഷാനവാസിനോട് പറയൂ. നമ്മുടെ അനീഷ് ആണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിൽ ഞാൻ പറയത്തില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവസാനം റിയാസിനെ പറഞ്ഞ അവസാനം എന്താണ് അനീഷ് പറഞ്ഞു ഐ ലവ് യു ഡിയർ എന്ന് ഷാനവാസിനോട് അനീഷ് പറഞ്ഞു. അപ്പോൾ 1ാമത്തെ ടാസ്ക് കഴിഞ്ഞു നമ്മുടെ റിയാസ് സലീമിൻ്റെ. രണ്ടാമത്തത് എന്താണ്, നമ്മുടെ 5 പേരെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. 5 പേരെ കൊണ്ട് മറ്റേ കണ്ണാത്തുമ്പി പോരാമെന്ന്, അതിൽ അക്ബർ പാടി, അനുമോള് പാടി, അനീഷ് ഉണ്ടായിരുന്നു, ജിസയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ എല്ലാ 5 പേരൊക്കെ ഇരുന്ന് പാടി കേട്ടോ. അപ്പം 2ാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി. 3ാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആര്യൻ ജിസയിൽ അനുമോള് കൊണ്ടിട്ട് ഇതാക്കാം. അത് വെയിറ്റ് ചെയ്യാം, അത് രാത്രിയാണ്. അതിനു മുൻപ് ഒരു സംഭവം നടന്നു. ഈ ആദിലയോടും ആര്യനോടും പറഞ്ഞു കിച്ചണിൽ പോയിട്ടൊന്ന് അലമ്പാക്ക് എന്നുള്ള രീതിയിൽ റിയാസ് ഒന്ന് ഇളക്കി അങ്ങ് വിടുന്നുണ്ട്. ആദില പോയിട്ട് കറിയിലും ഇതിലൊക്കെ ഉപ്പ് വാരി ഇടുന്നുണ്ട്. ആര്യനാണെങ്കിൽ സാധനങ്ങൾ കണ്ടെടുക്കുക. അപ്പോൾ ഇത് ഒനിയിൽ ഭയങ്കര ഇഷ്യൂ ആക്കി, നീ കറിയിൽ ഉപ്പ് ഒന്ന് ഇട്ടെന്തിനാന്ന് ചോദിച്ചിട്ട് അത് ചോദ്യം ചെയ്തിട്ട് ആദിലയും ഒനിയിലും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ഒനിയിലാണെങ്കിൽ നീ അങ്ങനെയാണെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, ഞാൻ ഈ രാജിവെച്ചു, എൻ്റെ ഒരു ഷെഫ് എന്നുള്ള ഇത് രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ആര്യനാണെങ്കിൽ അവർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ സാധനങ്ങളൊക്കെ ഗ്രീൻ ടീ എടുത്തിട്ട് പോകുന്നു, വേറെ എന്തൊക്കെ സാധനം എടുത്തുണ്ട്. അപ്പോൾ ഒനിയിൽ പറയാണ് ഇങ്ങനെ തോന്നിവാസം കാണിക്കാനാണെങ്കിൽ ഞാനും ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഒനിയിലാണെങ്കിൽ സാധനങ്ങൾ എടുക്കുന്നു. ഇതേ സമയത്ത് നെവിനെ കൊണ്ടാണെന്ന് തോന്നുന്നു, നെവിനെ കൊണ്ട് ഗാർഡൻ ഏരിയ മൊത്തം അലമ്പാക്കിപ്പിച്ചു. ആര്യനെ കൊണ്ട് ബെഡ്റൂം മൊത്തം അലമ്പാക്കിപ്പിച്ചു. അപ്പോൾ ഹൗസ് കീപ്പിങ്ങിനോട് വിളിപ്പിച്ചിട്ട് ഇതെന്ത് ഇത് കാണുന്നത്, വീട് മൊത്തം മര്യാദ വിരിച്ചിട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ അനീഷിനും കൂടി ഈ റൂമും ഇതൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഒനിയിലാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കണം. കാരണം ആര്യൻ എന്താണ് അങ്ങനെ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒനിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒനിയിലിന് അത് ഇപ്പോൾ കറിയിൽ ഉപ്പൊക്കെ ഇട്ടുക എന്ന് പറഞ്ഞാൽ കഷ്ടമുള്ള കാര്യം. അതിൽ വേറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് ഓക്കെ. പക്ഷെ ഉപ്പൊക്കെ ഇടുന്നത് കുറച്ച് ഓവറായെന്ന് തോന്നി. കാരണം ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, അവർക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒരു മോശമായിട്ട് എനിക്ക് തോന്നി. ഒനിയിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ആര്യനോടും അതിനോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് മാറുന്നപ്പോൾ നമ്മുടെ ആര്യൻ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, റിയാസ് സലീമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇവൻ ചിരിക്കും, നല്ല രീതിയിൽ ചിരിച്ചു. അപ്പോൾ ഒനിയിൽ വന്നിട്ട് വെള്ളം കൊണ്ടുവന്നു. നീ ഇനി ചിരിച്ച ഇതൊന്നും നിന്റെ മുഖത്തേക്ക്, നീ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒഴിക്കടാ എന്ന് ആരും പറയുന്നുണ്ട്. പക്ഷെ ഒഴിക്കുന്നൊന്നുമില്ല. ഇതാണ് നടക്കുന്നത്. അതിൻ്റെ ഇടക്കാണ് 2ാമത്തെ ടാസ്ക് കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കുന്നത്, മറ്റേ റിയാസ് സലീമിന്റെ സീക്രട്ട് ടാസ്ക് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം 3ാമത്തെ ടാസ്ക് ചെയ്യിക്കാനായിട്ട് ജിസയിൽ വരുന്നുണ്ട്. ജിസയിലാണ് ഈ തലറങ്ങി നടന്ന പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. അനുമോള് ആദ്യം വിളിക്കുന്നു, ആര്യനെ വിളിക്കുന്നു. അനുമോള് കണ്ടപ്പോൾ തന്നെ എന്താണ് അയ്യോ ജിസയിൽ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം. അവരെത്രയൊക്കെ ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞാലും ജിസേലിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ
അനുമോൾ ഓടി വന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം എത്രയൊക്കെ അവര് ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ പോലും അനുമോള് എന്താണ് ഇന്ന് കാണിച്ച ഒരു എനിക്ക് ഭയങ്കര ടച്ചിങ് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇവിടെ പാവം എനിക്ക് അങ്ങനെ തോന്നി. കാരണം അത് കണ്ടാൽ നമുക്ക് തന്നെ അറിയാം അഭിനയമല്ല. കാരണം ഉറക്കത്തീന്ന് ഉറക്കപ്പിച്ച് ഇങ്ങനെ വരുന്ന ഒരാളാണ് അനുമോൾ അല്ലേ. ഇതല്ലാത്ത ടൈമിൽ നടക്കണ ഓക്കെ സമ്മതിക്കും. പക്ഷെ ഉറക്കത്തീന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് പ്രാന്ത് കയറും, ശല്യം ജയിപ്പിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ അനുമോള് ജിസയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് റിയൽ ആയിരുന്നു. അനുമോളിൽ കാണിച്ചത് റിയൽ ആയിരുന്നു എനിക്ക് തോന്നി. ഭയങ്കര സങ്കടം തോന്നി. അതിന് ജിസൈലിന് എന്തോ പറ്റിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന് ജിസൈലിനെ ഒന്ന് എഴുന്നേൽപ്പിച്ചു, അതൊക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇതിനിടക്ക് റിയാസാണ് ഈ ടാസ്ക് ചെയ്യിപ്പിക്കുന്നത്. റിയാസിന്റെ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്നുണ്ട് 3. അപ്പൊ എന്തൊക്കെ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത് വെച്ചാൽ അതെനിക്ക് അറിയത്തില്ല. ഇനി വല്ല പവേഴ്സ് ആണോ ഒന്നും അറിയത്തില്ല. അപ്പൊ നോക്കാം. ഇത്രയാണ് എപ്പിസോഡ് നടന്നത്. പ്ലസ്സില് ഷിയാസ് കരീമിന്റെ കുറച്ച് സീൻ ഇതൊക്കെ കാണിച്ചു. നാളെ ഒരു പ്രൊമോയും വന്നിട്ടുണ്ട്, റിയാസ് വേഴ്സസ് ഷാനവാസ്. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? റിയാസ് സലീം വന്നപ്പോൾ എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എപ്പിസോഡിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും നടന്നില്ല. പക്ഷെ അവിടെ ഇവിടെ ചെറിയ പൊട്ടലും അതുപോലെ കത്തിക്കലും ഒരസ്ഥലൊക്കെ നടന്നിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ റിയാക്ഷനൊക്കെ ചിലപ്പോൾ ഈ വീക്കെൻഡിലോ ഒക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ റിയാസ് സലീമും പോയതിനു ശേഷം വരും. നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെയും ബൈ.